പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വിഷുദിനത്തിൽ അപ്രതീക്ഷിതമായ തിരിച്ചടി ഏറ്റതിനെ തുടർന്ന് ബകാസുരൻ വീണുപോയിരിക്കുകയാണ്. മാത്രവുമല്ല, ഇതേ തുടർന്ന് ശാരിയും കൂട്ടരും ബകാസുരന്റെ അടുത്തേക്ക് വരികയും രാഹുലിനോട് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. എന്തെങ്കിലും ഞങ്ങളോട് സംസാരിക്കൂ, എന്താണ് ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത്? പക്ഷേ രാഹുൽ യാതൊന്നും സംസാരിക്കാൻ തയ്യാറാകാതെ ഇരുന്നതിനെ തുടർന്നാണ് ഓർമ്മശേഷി നഷ്ടമായിരിക്കുകയാണ് എന്നുള്ള കാര്യം അവർ മനസ്സിലാക്കുന്നത്. ഇനി കാര്യങ്ങൾ അത്ര എളുപ്പമായിരിക്കുകയില്ല എന്ന് തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് ആകെ തകർന്നു പോയിരിക്കുകയാണ് ഇപ്പോൾ എല്ലാവരും. മാത്രവുമല്ല, ഈ കാര്യം അറിയാൻ ഇടയാകുന്ന കല്യാണിയും കിരണും വളരെയധികം സന്തോഷിക്കുന്നു. ഇതിന് പിന്നിൽ കിരണാണ് എന്നുള്ള കാര്യം കല്യാണി ഉറപ്പിച്ചതിനെ തുടർന്ന് കിരൺ ഞാനല്ല ഇതിന് പിന്നിൽ കളിച്ചത് എന്നുള്ള കാര്യം പറയുന്നു. ഇതോടെ പിന്നെ ആരായിരിക്കും ഇതിന് പിന്നിൽ എന്ന ചോദ്യം ബാക്കിയാവുകയാണ്. ഇതേ സമയം കിരൺ തന്നെയാണ് തൻ്റെ അച്ഛനെ ആക്രമിച്ചത് എന്ന് പറയുകയാണ് സരയു. ശാരിയും അത് പിന്താങ്ങുന്നുവെങ്കിലും തളർന്നു കിടക്കുന്ന കിരൺ എങ്ങനെയാണ് ഈ കാര്യം ചെയ്യുക എന്നുള്ള ചോദ്യം അവരെ അലട്ടുകയാണ്. ഇതോടെ ആകെ കൺഫ്യൂഷനിലായിരിക്കുകയാണ് അവർ. പക്ഷേ ഇതേ സമയം പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാക്കിക്കൊണ്ടാണ് മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. പ്രകാശൻ രാഹുലിനെ കാണുന്നതിനായി വരികയാണ്. രാഹുലിനോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുവെങ്കിലും രാഹുലിന്റെ അവസ്ഥ കണ്ട് ആകെ പകച്ചു പോകുന്ന പ്രകാശൻ ഇതിന് പിന്നിൽ കളിച്ചത് ചന്ദ്രശേഖരൻ തന്നെ ആകാനാണ് സാധ്യത എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.